ബഹിരാകാശത്തേക്ക് യാത്ര പോയ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബച്ച് വിൽമോറും ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ബോയിംഗ് സ്റ്റാർലൈനർ പേടകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ അവർ അന്തരീക്ഷത്തിൽ തന്നെ കത്തിയമരാനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ശാസ്ത്രലോകം. ഇരുവരെയും ഇനി എങ്ങനെയാണ് ഭൂമിയിലേക്ക് എത്തിക്കുമെന്ന ആലോചനയിലാണ് ശാസ്ത്രലോകം. ഇപ്പോൾ സ്റ്റാർലൈനിന്റെ സർവീസ് മോഡ്യൂളിനാണ് പ്രശ്നങ്ങളുള്ളത്. പേടകത്തിന്റെ സഞ്ചാരപാതയുടെ മൊത്തം നിയന്ത്രണവും ഈ സർവീസ് മോഡ്യൂളിനാണുള്ളത്. ത്രസ്റ്ററുകൾ, ഊർജ്ജം എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ ഇതിലാണുള്ളത്. അതായത് ജൂണിൽ സ്റ്റാർലൈനർ നിലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ 5 ത്രസ്റ്ററുകൾ തകരാറിലാവുകയായിരുന്നു. തിരിച്ചു വരുന്നതിനിടെ കൂടുതൽ ത്രസ്റ്ററുകൾ പരാജയപ്പെടുമോ എന്നതാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ പോലും ആശങ്കയിലാക്കുന്നത്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഭൂമിക്കും ബഹിരാകാശ നിലയത്തിനുമിടയിൽ ഈ പേടകം ബഹിരാകാശത്ത് നിശ്ചലമാകും. 96 മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനും ഊർജവും മാത്രമേ ഈ പേടകത്തിലുള്ളൂ. പേടകത്തിന്റെ താഴെയാണ് സർവീസ് മോഡ്യൂളുള്ളത്. അതായത് തിരിച്ചിറങ്ങുന്ന സമയത്ത് പേടകത്തിന്റെ വേഗവും ചരിവും നിയന്ത്രിക്കുന്നത് ഈ മോഡ്യൂളാണ്. ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പേടകത്തിന്റെ ചരിവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറിപ്പോയേക്കും. ചരിവ് കൂടിയാൽ അന്തരീക്ഷവുമായുള്ള കർഷണം വർദ്ധിക്കുകയും പേടകം കത്തിയമർന്ന് സഞ്ചാരികളുടെ ജീവൻ പോലും നഷ്ടമാകുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം പറയുന്നത്. എന്തായാലും ഈ തകരാർ തുടരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ അപകടത്തിലാക്കാൻ നാസ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ സുനിത വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും ദൗത്യം ഫെബ്രുവരി വരെ നീട്ടുകയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഇവർക്ക് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി സ്പേസ് എക്സ് പേടകം തന്നെ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് നാസ. വെറും 8-10 ദിവസത്തെ ദൗത്യത്തിനായിട്ടായിരുന്നു ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ 2 മാസത്തിലേറെ ഇവർക്ക് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി കിടക്കേണ്ടി വരുന്ന അവസ്ഥയിലാണിപ്പോൾ. ബോയിംഗ് വികസിപ്പിച്ച ബഹിരാകാശ പേടകത്തിന്റെ തകരാറാണ് ഇരുവരെയും ബഹിരാകാശ നിലയത്തിൽ കുടുക്കിയത്. ഈ പേടകത്തിൽ തന്നെ ഒരു തിരിച്ചുവരവിന് ഇരുവരും ശ്രമിച്ചാൽ അത് ജീവൻ ആപത്തെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രയേറെ ഭീകരത നിറഞ്ഞൊരു തിരിച്ചുവരവായിരിക്കും അതെന്ന് തന്നെയാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നതും. ഇക്കഴിഞ്ഞ ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിൽ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യം നടന്നത്. ഇതിൽ തന്നെ സുനിത വില്യംസും ബച്ച് വിൽമോർ എന്ന ബഹിരാകാശ സഞ്ചാരികളാണ് ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത്. ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനമാണ് പലതവണ തടസ്സപ്പെട്ടത്. തുടർന്ന് ഹീലിയം ചോർന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. അതായത് ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ പ്രശ്നം 2 മാസത്തോളമായി ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 2 ബഹിരാകാശ സഞ്ചാരികളും 2025 ഫെബ്രുവരി വരെ ഈ നിലയത്തിൽ തുടരണം എന്ന് തന്നെ നാസ ഇപ്പോൾ പുതിയൊരു വിവരം നൽകുന്നു. ബോയിംഗ് സ്റ്റാർലൈൻ പേടകം സുരക്ഷിതമല്ലെങ്കിൽ പകരം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂൾ ഉപയോഗിക്കാമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. അതായത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിന് എതിരാളിയായിട്ടാണ് ബോയിംഗ് സ്റ്റാർലൈൻ പേടകം നിർമ്മിച്ചതുപോലും. വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപണ പേടകം നിർമ്മിക്കാനുള്ള നാസയുടെ പദ്ധതിയുടെ ഭാഗമായി കരാർ നൽകിയ 2 കമ്പനികളാണ് സ്പേസ് എക്സും ബോയിങ്ങും. സ്റ്റാർലൈനർ പേടകം തകരാറിലായി പകരം സ്പേസ് എക്സിന്റെ പേടകം ഉപയോഗിക്കുന്നത് ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പരാജയം മാത്രമല്ല, നാണക്കേട് കൂടിയാവുകയാണ്. എന്നാൽ എങ്ങനെയെങ്കിലും ഇവരെ ഭൂമിയിൽ എത്തിച്ചേ മതിയാവൂ എന്നൊരു തീരുമാനത്തിനൊടുവിലാണ് നാസ തന്നെ ഇപ്പോൾ സ്പേസ് എക്സിന്റെ സഹായം തേടുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ 2025 ഫെബ്രുവരി മാസം വരേക്കും കടന്നു പോകേണ്ട ആവശ്യം വരില്ല. അതിനു മുമ്പ് തന്നെ സഞ്ചാരികളെ ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നാസയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.